മലയാള സിനിമയ്ക്ക് ചിരിയുടെയും ചിന്തയുടെയും പുതിയ ഭാഷ്യം ചമച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. മൃതദേഹം ഉദയംപേരൂരിലെ വീട്ടിൽ 1 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം നാളെ കണ്ടനാട്ടെ വീട്ടിൽ. മരണവിവരം അറിഞ്ഞ് സിനിമ, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിലുള്ളവർ അനുശോചനം അറിയിച്ചു. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പ് പാട്യത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. സൂപ്പർ സ്റ്റാർ രജനികാന്ത് അവിടെ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കാൽവയ്ക്കുന്നത്. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും, ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും, കാതികൻ സാംബശിവന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. കുറച്ചു ചെറിയ വേഷങ്ങൾക്കു ശേഷം ശ്രീനിവാസൻ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി. പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം മലയാളികൾ സ്വീകരിച്ചു. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശനം, അക്കരെ അക്കരെ, വരവേൽപ്പ്, മിഥുനം തുടങ്ങി ഉദയനാണ് താരം വരെ ഒരു പിടി സിനിമകളിൽ ഇരുവരും ഒന്നിച്ചു. സംവിധായകന്മാരായ സത്യനന്ദിക്കാടിനും പ്രിയദർശനുമൊപ്പമുള്ള കൂട്ടുകെട്ടുകളും കൊണ്ടാടപ്പെട്ടു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമ്മാവ ആളറിയാമാണ് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ആദ്യ ചിത്രം. മികച്ച കഥ സന്ദേശം, മികച്ച തിരക്കഥ മഴയത്തു മുൻപേ, മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയ ശ്യാമള, മികച്ച ചിത്രം വടക്കുനോക്കിയന്ത്രം, പ്രത്യേക ജൂറി പുരസ്കാരം തകരച്ചെണ്ട എന്നീ വിഭാഗങ്ങളിലായി സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ആദ്യ സംവിധാന സംരംഭത്തിന് തന്നെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. വിമലയാണ് ഭാര്യ. മക്കൾ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. ശ്രീനിവാസന് അവർ TV 24/7 ആദരാഞ്ജലികൾ.